ഒരു സംഭവം ഞാൻ അറിഞ്ഞു. അതായത് ഈ അധ്യാപകനായിട്ട് പോണം, ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ സിനിമ വേണ്ടെന്ന് വെച്ചത്. ശരിക്കും അത് സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോഴാണ് സംഭവിച്ചത്. അന്ന് എനിക്ക് തോന്നുന്നു ഡിഗ്രി 3rd ഇയർ ആണ്. 5th സെമിസ്റ്ററിൽ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കാതോലിക്കേറ്റ് കോളേജിലാണ് ഞാൻ പഠിച്ചത്, പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരുപാട് സിനിമകളുടെ പോസ്റ്ററുകൾ കളക്ഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ സിനിമയുമായിട്ടും ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം വഴി വന്ന ഒരു ചാൻസാണ് നടൻ എന്ന സിനിമയിൽ ജയറാമിൻ്റെ ചെറുപ്പകാലം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാടകം കണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുറച്ച് ചെറിയ പോർഷനേ ഉള്ളൂ എങ്കിൽ തന്നെ അപ്പം നമുക്കത് തീർച്ചയായിട്ടും ചെറുതോ വലുതോ ഒരു ഭാഗമാകുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ കാത്തിരുന്നു. പക്ഷേ അത് വന്നപ്പോൾ എനിക്ക് സൂക്ഷ്മം പോലെ എക്സാമും എല്ലാം കൂടെ ആയപ്പോൾ എന്തോ എനിക്ക് പറ്റിയില്ല. കാരണം പഠിത്തത്തിന് കൂടുതൽ ആ സമയത്ത് പ്രാധാന്യം കൊടുക്കേണ്ടി വന്നു. പക്ഷെ എങ്കിലും ബെറ്റർ ഒരു ഓപ്ഷൻ വരും എന്ന് പുള്ളിയും പറഞ്ഞു. കാരണം ഇവിടെ അത്ര വലിയ പോർഷൻ അല്ല, തൽക്കാലം ഇനി എക്സാം എഴുത്, ഇപ്പം അതിനു വേണ്ടി കളയണ്ട എന്ന് പറഞ്ഞു. പിന്നെ എന്തോ അതൊരു ഇപ്പോഴും ഒരു വിഷമമായിട്ട് ഫീൽ ചെയ്യുന്നു. അങ്ങനെ എങ്കിലും കാലാന്തരത്തിൽ ഇപ്പോൾ ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഇങ്ങനെ ഇപ്പം ഇവിടെ വരെ നിൽക്കുന്നു. സീരിയസ് ആയിട്ടുള്ള കാര്യം ചോദിക്കാൻ മറന്നു. ഇത്രയും നാളായല്ലോ ജീവിതത്തിൽ സ്നേഹം, പ്രണയം അതൊന്നും അനുഭവിച്ചിട്ടില്ലേ? ഉണ്ട്. ഇപ്പോഴും ഉണ്ടോ? ഇപ്പം ഇല്ല. എല്ലാരും അങ്ങനെ പറയൂ. അതെന്താ അങ്ങനെ? അതോ പേരെടുത്ത് പറയണ്ടെന്നുള്ളത് ഉണ്ടായിരിക്കും. അല്ല, എല്ലായിടത്തും ചോദിച്ചു കഴിഞ്ഞാലും ഉണ്ട്. പിന്നെ നമുക്ക് ഇല്ലാതല്ലോ. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല, വളരെ നീറ്റാണ് എന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ രണ്ട് അനുഭവങ്ങളും ഉണ്ട്. വൺ സൈഡ് ലവ് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞാൽ നമ്മളിഷ്ടമാണെന്ന് പറയുന്ന ചില ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ അവരൊക്കെ ഇപ്പൊ കെട്ടിപ്പോയി കാണുമല്ലേ? കെട്ടി പിള്ളേരുമായി സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു. സീനിയറിനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആണോ? പിന്നെ എൻ്റെ കൂടെ പഠിക്കാൻ വന്നൊരു കുട്ടിയാണ്, പക്ഷെ അതിനെക്കുള്ള 2 വയസ്സ് മൂത്തായിരുന്നു. അതിപ്പോൾ കെട്ടി 2 ഇരട്ട കുട്ടികളുടെ അമ്മയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ എന്തുകൊണ്ടും സന്തോഷമാണ്. അതവിടെ ഇരുന്ന് കേട്ടോ എങ്ങനെ ഇരിക്കും. പിന്നെ 8ാം ക്ലാസ്സിൽ നോട്ടം ഇട്ടിരുന്നു. ഇപ്പൊ അമേരിക്കയിൽ പോയി. പിന്നെ പോട്ടെ വിചാരിച്ചു. അമേരിക്ക എന്ന് പറഞ്ഞപ്പോൾ ഇതാണ് ഞാൻ ആദ്യമേ, കാരണം എന്റെ വായിൽ ചിലപ്പോൾ ഗുളിക നിൽക്കും. അപ്പൊ എന്തായാലും നല്ലതൊക്കെ സംഭവിക്കട്ടെ. തീർച്ചയായിട്ടും. പാർവതി കഴക്കൂട്ടമാണെന്ന് പറഞ്ഞു. വളരെ കുട്ടിക്കാലത്തെ അഭിനയത്തിൽ വന്നു. അതെങ്ങനെയാണ് എന്റെ ആ ഒരു വരവ്, കഴക്കൂട്ടത്തുനിന്ന് ഒരു വരവ് വന്നത് എങ്ങനെയാണ്? ആ സമയത്ത് ഞാൻ കൊല്ലത്തായിരുന്നു, പാരിപ്പള്ളിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ 6th കഴിഞ്ഞപ്പോൾ 7th മുതൽ ഇവിടെ കഴക്കൂട്ടത്തേക്ക്, ഇവിടെ എന്റെ അമ്മയുടെ വീടാണ്. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഹൗസ് വൈഫാണ്. അച്ഛൻ പുറത്തായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. എവിടെ? ദുബായിലായിരുന്നു. ദുബായിൽ. നിങ്ങൾ എത്ര പേരാണ്? ഞങ്ങൾ 2 പേര്. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. ഞാനും ചേച്ചിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ചേച്ചി എന്നെക്കാളും 10 വയസ്സ് മൂത്തതാണ്. അങ്ങനെ ഞാനത്തേക്ക് വന്നത് മീൻസ് ചെറുതിലേ വന്നതാ. ഇതിനെപ്പറ്റി എന്താണ് ഈ ഒരു സീരിയൽ, എന്താണ് സിനിമ, അങ്ങനെയൊക്കെ അറിയുന്നതിന് ആ ഒരു ഏജിന് മുന്നേ ഫസ്റ്റ് ഇതിനു വേണ്ടി പോയതല്ല. എൻ്റെ ഒരു അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഒരു ആൽബം എടുത്തു, അയ്യപ്പൻ്റെ ഒരു ആൽബം. ജസ്റ്റ് കാണാൻ വേണ്ടി ഞങ്ങൾ ആ ഒരു അമ്പലത്തിൽ ചെന്നപ്പോൾ അന്ന് മേ ബി ഒരു യു കെ ജി പഠിക്കുന്ന ഒരു ടൈമാണ്. ചെറുതില്ല, ഇതിനെപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ല. ആ ടൈമിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ എന്നോട് ചോദിച്ചു മോളും കൂടെ ചെയ്യുന്നുണ്ടോ എന്ന് ഇങ്ങനെ എൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിച്ചു. അപ്പോൾ ജസ്റ്റ് ചെന്നു. അപ്പോൾ ആ പാട്ടിന് അവരിങ്ങനെ പറഞ്ഞു തന്നു. ജസ്റ്റ് ലിപ്പ് മാത്രം ഇങ്ങനെ അനക്കിയാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ചെയ്തു. അപ്പോൾ അതൊക്കെ നല്ല ആൽബമായിരുന്നു, നല്ലപോലെ ഫേമസ് ആയി. അതങ്ങനെ പോയി. പിന്നെ അതിനകത്തുള്ളൊരു ചേട്ടൻ തന്നെയാണ് എന്നെ ഒരു മൂവിയിൽ പറയാൻ മറന്നത്, ചെറുതില്ല. അതും ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. അതിലേക്ക് വിളിച്ചു. പിന്നെ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിലേക്ക് ചെന്നു. അങ്ങനെ പിന്നെ ഓരോരോ നമ്മൾ ഒന്നിൽ ചെയ്യുമ്പോൾ പിന്നെ അവരിങ്ങനെ കോണ്ടാക്ട് വെച്ചിട്ട് അങ്ങനെ വിളിച്ച് ഇവിടം വരെ എത്തി. എത്ര പടത്തിൽ അഭിനയിച്ചു? സിനിമ ഒരു 4 എണ്ണം ചെയ്തിട്ടുണ്ട്. മൊത്തം സീരിയൽസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ സീരിയൽ ഏതാ? ആദ്യം മകളുടെ അമ്മ. അത് ഇപ്പോഴും എന്നെ ആൾക്കാർ തിരിച്ചറിയും. ആ ഒരു പേര് തുമ്പി എന്നതിനകത്ത് എന്റെ ക്യാരക്ടറിന്റെ പേര്. ഇപ്പോഴും ഞാൻ പുറത്തു പോകുമ്പോ തുമ്പി മോളല്ലേ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവും. അത് ഇല്ല സജിൻ ചേട്ടൻ വിളിക്കാറില്ല. അത് പക്ഷെ എനിക്ക് ഇപ്പോഴും മീൻസ് ഇപ്പോഴും ഞാൻ എന്നെ ഈ ഒരു ഫേസ് വെച്ചിട്ട് അത് എത്ര വർഷം ഞാനൊന്നും ഒരു 2nd സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു ടൈമിലായിരുന്നു. അങ്ങനെ അന്നത്തെ കുട്ടിത്തുമ്പിയായിരുന്നു. അതിനുശേഷം എത്ര സീരിയൽ? അതിനുശേഷം ഒരു 8-9 സീരിയൽസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അമ്മ അറിയാതെ നിൽക്കുന്നു. ഒറ്റ സീരിയൽ. നിങ്ങൾ 2 പേരുമാണ് അതിനകത്ത് പേരായിട്ട്. അതിനകത്ത് നിങ്ങൾ കല്യാണം കഴിച്ചു. ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഭയങ്കര സ്നേഹത്തിൽ നന്നായിട്ട് പോകും. അതെങ്ങനെ വേണേ ആക്കാമല്ലോ. അപ്പോ എന്താണ് ആഗ്രഹം?
ഇവിടുത്തെ ആഗ്രഹം ഞാൻ ചോദിച്ചു. എനിക്ക് ആഗ്രഹം, എനിക്ക് പഠിക്കുക ആ ഒരു ഇതാണ് എനിക്ക്. പിന്നെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അധ്യാപകരാണ്. എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് എക്സാമിന്റെ തലേന്ന് ഞാൻ ചെന്ന് ചോദിക്കും, ചേട്ടാ എനിക്കൊന്ന് പറഞ്ഞു, കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇംഗ്ലീഷ് പക്കയായിട്ട് പറഞ്ഞുതരും. ഇപ്പൊ രാവിലെ ചിലപ്പം ഷൂട്ടിന്റെ ഇടയ്ക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. ഇപ്പൊ രാവിലെ ഷൂട്ട്, പിന്നെ ഉച്ചയ്ക്ക് എക്സാമിന് പോയിട്ട് പിന്നെ ഷൂട്ട്, അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പൊ രാവിലെ എനിക്ക് പഠിപ്പിച്ചു. മാത്രമല്ല കാലത്ത് പറഞ്ഞു തരുന്ന പെട്ടെന്ന് പോയി എഴുതുകയും ചെയ്യാം. അതാ, അപ്പൊ മനസ്സിലിരിക്കും. അതുപോലെ ഇംഗ്ലീഷ് എനിക്ക് നല്ല ഈസി ആയിരുന്നു. ചെലവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഒരു ജ്യൂസ് പോലും വാങ്ങിച്ചു തന്നിട്ടില്ല. അതെന്താ പറയാ, അത് വാങ്ങിച്ചു തരും. അദ്ദേഹം നല്ലൊരു എന്താണ് പറയുക, നല്ല മനസ്സിന്റെ ഒരു ഉടമയാണ്. ഇല്ലല്ലോ. അമ്മ അറിയാതെ സീരിയലിലെ അപർണ എന്ത് പറയുന്ന ആവേശത്തെ കുറിച്ച്? ഫസ്റ്റ് വന്നൊരു കോളേജ് സ്റ്റുഡന്റ് ആയിട്ടായിരുന്നു. പിന്നെ എനിക്ക് വേറൊരാളെ ഇഷ്ടമായിരുന്നു. അതിനകത്ത് കുറെ എനിക്ക് ഇഷ്ടം പോലെ പ്രണയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒരാളെ ശരിക്കില്ല. ഇല്ലില്ല. സജിന്റെ മുഖത്ത് എന്നൊരു ആക്ഷൻ ക്രഷ് ഒക്കെ തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് ഒരു ഇപ്പോഴത്തെ ഒരു പുതിയ വേർഡല്ലേ ക്രഷ്. ഞാൻ പണ്ട് പറയാറുണ്ട് ഒരു ക്രഷ് സർവത്തൊക്കെ എടുക്കാൻ പറയും. നല്ല ക്രഷ് എന്ന് പറയുന്നത് നമ്മൾ ഐസില്ലേ, ക്രഷ് ചെയ്തൊക്കെ ഇട്ടിട്ട് നല്ല നല്ല സർബത്ത് ബോഞ്ചി ഇവിടെ പറയുന്നില്ല, അല്ല വേറൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത്. ഇതെനിക്ക് ഇഷ്ടമല്ലാണ്ട് കല്യാണം കഴിച്ച ഞാൻ സച്ചിൻ ചേട്ടനകത്ത്. ഞാൻ വേറൊരാളെ ഇഷ്ടപ്പെട്ടു, അത് മുടങ്ങി. പിന്നെ വേറൊരാളെ കല്യാണം കഴിക്കാൻ പോയി. ആ പുള്ളി തീവ്രവാദിയായിരുന്നു. എന്നിട്ട് ആ ഒരു സമയത്ത് ഇഷ്ടപ്പെടാതെ എന്നെ കൊണ്ട് കെട്ടിച്ചതായിരുന്നു. പക്ഷെ പിന്നെ ഇപ്പൊ ഭയങ്കര ഇഷ്ടത്തിലായി. എനിക്ക് ഇഷ്ടമായിരുന്നു ആദ്യം, ഇവള് സമ്മതിക്കുന്നില്ല. ഇങ്ങനെ പറയണോന്ന് കുറെ നാളായിട്ട് എന്റെ പിറകെ നടക്കുമായിരുന്നു. പക്ഷെ ഞാൻ ഇവളോട് ഞാൻ തുറന്നു പറഞ്ഞിട്ടില്ല. അവസാനം എല്ലാ എന്താ വൈദ്യൻ കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചതും പാല് എന്നൊക്കെ രീതിയില് അങ്ങനെ അവസരം കിട്ടി. സജിൻ പക്ഷെ വളരെ മനസ്സ് തുറന്ന് എല്ലാ കാര്യവും പറയും. സജിൻ ഇപ്പം ആഗ്രഹം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലോട്ട് പോകണം. ഇതാണ്. മുമ്പൊരു റിലേഷനൊക്കെ ഉണ്ടായിരുന്നു സച്ചിൻ ചേട്ടന്, ഒരു അമേരിക്കയിലുള്ളൊരു കുട്ടിയൊക്കെ. പക്ഷെ ബ്രേക്കപ്പ് ആയി.